ബഷീർക്ക നമ്മളിപ്പോൾ എവിടേക്കാണ് വന്നിരിക്കുന്നത്? നമ്മളെ കുടിലിടമാണ് കൊല്ലംകോട്. അടിപൊളി സ്ഥലമാണ്, ബ്യൂട്ടിഫുള്ളായ സ്ഥലം. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അറിയാത്തവർക്ക് കൊല്ലംകോട് കുടിലിടം ഒന്ന് വരാവുന്നതാണ് കേട്ടോ. ബെസ്റ്റ് ചോയ്സ്. അപ്പോഴേ നമ്മളെ കൊല്ലംകോട് വന്നിരിക്കുകയാണ്. ഒരു ഗ്രാമഭംഗി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചുറ്റും കാണുന്ന നെൽവയലുകൾ കണ്ടോ, എത്ര മനോഹരമാണല്ലേ സ്ഥലം. ഇതിൻ്റെ പുറകുവശം നെല്ലിയാമ്പതിയാണ് കേട്ടോ. ഇത് നമ്മുടെ സുഹൃത്ത് ബഷീർ. ഇത് വന്നിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ കാണുന്ന ഒരു കരകൗശല സാധനങ്ങളാണ് കേട്ടോ. അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇത് മുള കൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ. ഇതൊരു തരം നെൽകൃഷിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊരു ഒരു 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 കാപ്പി കളറായിട്ടാണ് ഈ റൈസ് കാണുന്നത്. ഇതാണ് കൊല്ലംകോടിലെ കുടിലിടം പറയുന്ന സ്ഥലം കേട്ടോ. അവിടെ വരുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ. ഈ പാടത്തൊക്കെ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പൂക്കൾ, ചെണ്ടുമല്ലി ഉണ്ട്, അതുപോലെ തെച്ചിയുണ്ട്, ജമന്തി ഉണ്ട്. അങ്ങനെയുള്ള കുറേ പൂക്കൾ ഈ പാടത്തിൻ്റെ വരമ്പത്ത് ഇപ്പോൾ നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, പഴയ കാലത്തെ പാലക്കാട് കൊല്ലംകോട് ഭാഗങ്ങളിലൊക്കെ ഉള്ള കാളവണ്ടിയുണ്ട്. ഇപ്പോഴും കാളവണ്ടി ഇവിടെ ഉണ്ട്. മുതലമട ഭാഗത്തൊക്കെ ഒരുപാട് കാളവണ്ടിയുണ്ട്. കാളയോട്ട് മത്സരമൊക്കെ ഉണ്ട് കേട്ടോ. എത്ര മനോഹരമാണെന്ന് നോക്കി. പിന്നെ ഇതാ ഏർമാടം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മേലെ കൂടെയാണ് കയറുന്നത്. മുള കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓലയും പരിപാടിയൊക്കെയാണ് കേട്ടോ. അടിയിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പഴയ കാലത്തെ ആൾക്കാർക്ക് ഇരിക്കാൻ മഴ കൊള്ളാതെ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള കാളവണ്ടിയാണ് കേട്ടോ. ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലും ഓട്ട് വണ്ടിയാണ്. അതായത് കാളയോട്ട മത്സരത്തിനൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനത്തെ വണ്ടികളാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടൊരു ടൂറിസ്റ്റിൻ്റെ സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അതുപോലെ ഇത് നോക്കിയേ, ഇത് വന്നിട്ട് ബ്ലാക്ക് റൈസാണ് കേട്ടോ. അതായത് നമ്മുടെ സാധാരണ നെൽപ്പാടങ്ങളിൽ ഉള്ള അതിൻ്റെ ബ്ലാക്ക് റൈസ്. അതിൻ്റെ കളർ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ഭംഗിയായിട്ട്. ഇവിടെ ഒരു ഇരിപ്പിടം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഇവിടെ പാടത്ത് നമ്മളിപ്പോൾ പഴയ കാലത്ത് വെള്ളമൊക്കെ തള്ളിവിടുന്ന സംഭവം. നമുക്കിപ്പോൾ മഴയും കിട്ടി കേട്ടോ. അതിൻ്റെ കാഴ്ചകളുണ്ടാവും ഇതിൻ്റെ കൂടെ. എന്തൊരു ഭംഗിയായിട്ടാണ് പ്രകൃതി. അവിടെ ഒരു തോണി സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തൊന്നും തോണി നമുക്ക് പാലക്കാടൊക്കെ ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തായാലും നമ്മുടെ ഈ നാട്ടിലൊന്നും തോണിയില്ല. അപ്പോൾ ശരിക്കും ഒന്ന് ഇരുന്ന് കാണിച്ചു കൊടുക്കും. എത്ര മനോഹരമാണല്ലേ ഈ സ്ഥലങ്ങളും ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സും. നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസം സാധ്യതകൾ. മനോഹരമാണല്ലേ ഈ കാഴ്ച. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊല്ലംകോട് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കാഴ്ച കേട്ടോ. ഇത് കുടിലിടത്താണ് ഇങ്ങനെ ഒരു കാഴ്ച. അത് നോക്കി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അവിടേക്ക് നടക്കാനുള്ള ഒരു ചെറിയൊരു റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കി, അയ്യോ എന്തൊരു ഭംഗിയാണല്ലേ. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്കാണ് ഈ തോണിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൻ്റെ ഭാഗത്ത് തോണി, അതുപോലെ തന്നെ കാളവണ്ടി, ഏർമാടം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എൻട്രൻസിൻ്റെ അവിടെയാണ് കേട്ടോ. ഏകദേശം 30 രൂപയാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ 30 രൂപയ്ക്കുള്ള വർത്താണ്. ഓണത്തിനൊന്നും ഇവിടെ അടുക്കാൻ കഴിയില്ല, അത്രയും തിരക്കായിരിക്കും കേട്ടോ. അതുപോലെ ഇവിടെ 2 സൈഡും ചെണ്ടുമല്ലി തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഒരു മാസം കൂടി ആകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെണ്ടുമല്ലിയൊക്കെ വരും. നമുക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. നല്ല രസമായിരിക്കും കാണാൻ. പണ്ടത്തെ കാഴ്ചകളൊക്കെ മൺമറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ടൂറിസങ്ങൾ കൊണ്ടാണ് ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ നെല്ലിൻ്റെ പ്രശ്നങ്ങളും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൈസ കിട്ടണമെന്നില്ല. പക്ഷേ ഇതുപോലൊരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വരുമാനമായി. ഇവിടുത്തെ കർഷകർക്കൊക്കെ ഒരു വരുമാനമായി. അതേവൈസ് നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ചെറിയൊരു മഴയൊക്കെ കിട്ടി നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും റീൽസൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക.
നമ്മളപ്പോൾ റിട്ടേൺ പോവാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. നമ്മൾ അവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്തത്. ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. പുഴയിലൂടെ